പറഞ്ഞ പോലെ ഗിറ്റാർ പൊളിഞ്ഞു കിടക്കുന്ന പരിപാടി തന്നെയാട്ടാ മുകളിൽ നോക്കുമ്പോലെ ഭയങ്കര വേപ്പർ അടിക്കട്ടാ. കൺസ്ട്രക്ഷൻ കണ്ടോ തടിയാ. അമേരിക്കയിലെ ലെനിന്റെ സ്റ്റാച്യു ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? മിനിമം ഒരു 1965 വണ്ടി ആയിരിക്കട്ടാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസം സാൽമന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിച്ചു. നമ്മളിനി നിങ്ങളെ കാണിക്കാൻ പോണത് വേറൊരു വേൾഡ് വണ്ടേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഒരു വലിയൊരു സംഭവമാണ് കാണിക്കാൻ പോണത്. നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഇവിടുത്തെ വെസ്റ്റേൺ വാഷിംഗ്ടണിലെ പ്രസിദ്ധമായ സ്നോക്കാൽമി ഫോൾസ്. സ്നോക്കാൽമി ഫോൾസ് വെള്ളച്ചാട്ടം ഇവിടുത്തെ ആക്ച്വലി ആദിവാസി നേറ്റീവ് അമേരിക്കൻസ് ഉണ്ട്, ട്രൈബ്സ്, മക്കൾഷൂട്ട് ട്രൈബ്, അങ്ങനെ പല ട്രൈബ്സ് ഉണ്ട്. അവരുടെ വളരെ ദൈവികമായിട്ടൊരു സ്ഥലമാണ് ഒന്നാമത്. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേൾഡ്സ് ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് വെള്ളം വീണ അടിഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവര് ഈ വെള്ളം വരുന്ന റിവർ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നതിന് മുമ്പേ അവര് ഒരു വലിയൊരു ആ ടണൽ ഉണ്ടാക്കി താഴെ കൂടെ കുഴിച്ചിട്ട് വെള്ളം തിരിച്ച് ഇതിന്റെ ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴെ വിടും. അപ്പൊ ആ പ്രഷർ കൊണ്ട് ഈ പ്രഷർ കൊണ്ട് നാച്ചുറലി എത്ര കുടുംബങ്ങൾക്ക് ഒരു കറണ്ട് കൊടുക്കണ്ട? അങ്ങനെയാണ് 10,000-30,000. അതായത് ഇത് വൺ ഓഫ് ദ പ്യൂജറ്റ് സൗണ്ട് എനർജി എന്ന് പറയും, ആ കമ്പനിയുടെ ആണ്. അവരുടെ സത്യം പറഞ്ഞാൽ ഈ സിയാറ്റിൽ ഏരിയയിലെ ഒരു കാലത്ത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചത് ഇവിടുത്തെ കറണ്ടാണ്. നമ്മളിപ്പോ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ വൈദ്യുതി പദ്ധതികളുണ്ടല്ലോ, അത് ഇവിടെ ഒരു 60-70 മെഗാവാട്ട്. ഇത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇത് 1898 പണിതാ. 125 കൊല്ലായി കളി തുടങ്ങിയിട്ട്. ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇത് കണ്ടിട്ടാവട്ടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഇനിയും മായാക്കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാ. അപ്പൊ നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ട് ആ അത്ഭുത പ്രതിഭാസം കണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണാട്ടോ, അത്ഭുത കാഴ്ച. ഓ ഭയങ്കരാണല്ലോ അല്ലേ? ഇതിനെ അവര് പറയുന്ന ഇതിന്റെ പൊക്കം നയാഗ്രം കാട്ടി പൊക്കമുണ്ട്. പക്ഷെ അതെ ചെറിയ വെള്ളച്ചാട്ടമാണ്, നയാഗ്ര പൊക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒഴുക്ക് വരുന്നതിന്റെ ആ കുറച്ചപ്പുറത്താണ് കുഴിച്ചേക്കുന്നത്. അവിടെ കുഴിച്ചേക്കണല്ലേ? അവിടെ കുഴിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വെള്ളമൊന്നും ഈ വരുന്നത് പകുതി പടി കൂടെ വേറെ പോണ്ട്, വേറെ സൈഡിൽ കൂടെ വിടേണ്ടി വരും. നമുക്ക് അങ്ങോട്ട് പോവാം. ഭയങ്കര വലിയ വെള്ളച്ചാട്ടാ, ചിന്തിക്കാൻ പറ്റാത്ത വെള്ളച്ചാട്ടാ. ഇവിടെ നോ ഡ്രോൺ സൂണാണ്. അപ്പൊ അതിന് ഡ്രോൺ പറപ്പിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ കൈകളെ നമ്മളെ ഡ്രോൺ ആക്കൂട്ടപ്പോ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. നമ്മുടെ അതിരപ്പള്ളിയിലെ പവറിന് തോന്നുന്നു ഏകദേശം. അതിരപ്പള്ളിയിലെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ടാ. ചിലപ്പം അതിരപ്പള്ളിയേക്കാളും വീതി കുറവാട്ടോ അതിന്. അങ്ങോട്ട് വെള്ളം തെറിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഇതിന്റെ ഭംഗിയാണ്ട. വെള്ളച്ചാട്ടത്തിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് ഇതിന്റെ അറ്റ്മോസ്ഫിയറിക്കാണ്. ഇവിടെ സിയാറ്റിലെ ഉറിയിക്കാൻ വരുമ്പോഴല്ലേ പൈൻ മരങ്ങളൊരു കല്ല പറയണ. പണ്ട് ഇപ്പൊ ആ ഭാഗമൊക്കെ അടച്ചു. പണ്ട് ഞങ്ങള് ഇതുവഴി ചാടി ഈ വെള്ളച്ചാട്ടത്തിന്റെ മൂട്ടി പോകുമായിരുന്നു. അടിവാരം വരെ പോകാൻ പറ്റും. അടിവാരം വരെ പോകാൻ പറ്റും. അടിവാരം വരെ എത്തുന്ന ക്ലോസ് ചെയ്തു. പക്ഷെ എന്നാലും അത്യാവശ്യം ഉണ്ടല്ലേ. അതായത് ഫുള്ള് നമ്മള് വിക്ടോറിയ ഫോൾസും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ പോയ പോലെ ഫുള്ള് വേപ്പർ അടിച്ചോണ്ടിരിക്കാടാ. ഇത് ചെറിയ സംഭവമാണ്, എന്നാലും ഇവിടുത്തെ ബ്യൂട്ടി ഭയങ്കരട്ടാ. അതെ, എന്നാലും ഈ 1898 ഒരു പവർ പ്ലാന്റ്, ലോകത്തെ ആദ്യത്തെ ഒരു അണ്ടർഗ്രൗണ്ട് പവർ പ്ലാന്റ് അണ്ടർഗ്രൗണ്ട് ആകുമ്പോഴാണ് കളി. അത് തുറന്നെടുക്കാന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇത്ര വലിയ മെഷീനറീസ് ഇല്ല. ആ കാലത്ത് ഇത്ര വലിയ കുഴി കുഴിച്ചിട്ട് അവർ അണ്ടർ വാട്ടർ. ഓ ഏതാ സാധനം അല്ലേ? ചിന്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് വെറുതെ ഇല്ലാട്ടാ. നോക്കിയേ വേപ്പർ ഇവിടെ ഫുൾ വേപ്പർ ആയിട്ടാ. ഇവരൊരു ക്ലിഫാട്ടോ ഇവിടെ. നോക്കിയേ ഈശോ, ഭയങ്കര വേപ്പർ അടിക്കട്ടാ. ഞാനൊരു സത്യം പറയട്ടെ, സ്നോക്കാൽമി ഇത്രയും പവറിലായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പവറുള്ള ആൾക്കാർ വരുമ്പോഴാണ്. 19 വർഷമായി അവിടെ ജീവിക്കുന്നു. ഇത്രയും പവറിൽ വീഴുന്നത് ഇത് ആദ്യമായിട്ടാണ്. പവറിലാണെന്ന് തോന്നുന്നു. ഭയങ്കര സംഭവം. ഇവിടെ ക്ലിഫാണ്. നോക്കിയാ ഇവിടെ നിൽക്കുമ്പോ തുമ്പത്ത് നിൽക്കുമ്പോ ബോധം പൂട്ടാ. വേണ്ട ഒന്നും കാണാല്ലേട്ടാ. അതടുത്ത രസം ഫുൾ പൈൻ മരങ്ങളും സംഭവങ്ങളൊക്കെയാണ്. വീണിട്ട് തെറിക്കുന്ന വെള്ളത്തിന്റെ ഹൈറ്റ്. അതെ 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 അതെ.
രക്ഷയില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ വെള്ളച്ചാട്ടാ. എന്താ പറഞ്ഞേ? അതായത് നമ്മള് ഈ ചാൾസ് ബേക്കർ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ ഉണ്ട്. 23 വയസ്സിൽ പുള്ളിക്കാരനുണ്ടായ ഐഡിയ ആണ് ഇതേപോലെ ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടാക്കാം. ഇതേപോലെ 1890 ആലോചിക്കണല്ലേ. വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി അണ്ടർഗ്രൗണ്ട് ഹൈഡ്രോ പവർ പ്ലാന്റ്. 1898 ഫസ്റ്റ് ബിൽറ്റ് ഇൻ വാഷിംഗ്ടൺ സ്റ്റേറ്റ്. 1890 ചാൾസ് ബേക്കർ പൈസ ഉണ്ടാക്കി തുടങ്ങുന്നല്ലേ. എന്താ ടർബൈൻ കറങ്ങിയിട്ട് ബാക്കി ഇവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്. അന്ന് ഈ മിഷനറിയും സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഈ വെള്ളത്തിന് ബ്ലോക്ക് ചെയ്ത് എന്റെ അടിയൂടെ അണ്ടർ വാട്ടർ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം പണിയാണ് ആലോചിക്കുക. തുറന്നെടുത്തിട്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് തുറന്ന് അവിടെ ഒരു ടർബൈൻ വെച്ചിട്ട് അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വിടാ. എനർജി ഉണ്ടാക്കാം. 30,000 കുടുംബത്തിന്. അന്ന് ഇപ്പൊ ഒരു 10,000 പേരൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അവർക്കുള്ള കറണ്ട് ഇവിടുന്ന് കൊടുക്കാന്ന് പറഞ്ഞ ആലോചിക്കുക. അന്ന് തല നോക്കി നിങ്ങള്. അതായത് നമുക്കറിയാം ഇതിന്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് പണിയെ ബുദ്ധിമുട്ട് ഗ്രേറ്റ് ഫ്രീസ്. ഇടയ്ക്ക് ഈ ആർട്ടിക് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഐസ്. അപ്പൊ ഇവിടെ എല്ലാം ഐസായി പോകും. അപ്പൊ അന്ന് ഈ ഫോൾസിന്റെ ഇവിടെയൊക്കെ ഐസായി പോയി. അപ്പൊ പണി ചെയ്യാൻ പറ്റിയില്ല. അന്നെടുത്ത പടമാണിത്. അന്ന് ഫുൾ ഐസ് കയറി കിടക്കല്ലേ. അപ്പൊ അന്ന് വെള്ളം വീഴുന്നൊക്കെ ഇങ്ങനെ ആയിപ്പോയി, ഐസായി പോയി. എന്നാലും ഇത് ഇത്രയ്ക്കും വലിയ ഭീകരനാന്ന് ഞാൻ പറഞ്ഞപ്പോ ചെറിയ വെള്ളച്ചാട്ടാന്ന് ഞാൻ ഫോട്ടോയില് കണ്ടോ. പക്ഷെ അടുത്തെത്തിയപ്പോഴേ സംഭവം ചിന്തിക്കാൻ വേണ്ട സംഭവം കേട്ടോ. ഇറങ്ങുന്നോറും ഭംഗി കൂടിക്കൊണ്ടിരിക്കല്ലേ. ഇങ്ങനെ കണ്ടു നിൽക്കട്ടെ നമ്മള്. ഇതിന്റെ ഏകദേശം ടോപ്പ് ഉണ്ടല്ലോ ആ ഒരു സൈഡിലാണ് നമ്മുടെ എന്റെ കൈയാണ്. ആ ഒരു സൈഡിലാണ് അവർ ആ കുഴി കുടിച്ചിട്ട് ആ ഒരു ടർബൈൻ അടിയിൽ വെച്ചിരിക്കണടാ. അതിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കണേ. ടർബൈൻ കറക്കിയിട്ട് ബാക്കി വീഴുന്ന വെള്ളം ഈ സൈഡിലേക്ക് വീഴണല്ലേ. അവിടെ നിന്ന് വരുന്നുണ്ടല്ലേ ആ മൂലയ്ക്ക് അല്ലേ. ആ മൂലയ്ക്ക് വെള്ളം വരുന്നുണ്ട്. അവിടെ നിന്ന് ആ കുഴി നിർത്തിട്ട് ആ മൂലയ്ക്ക് വെള്ളം വരണ. ആ വഴിക്ക് വെള്ളം ഇറങ്ങി വരണേട്ടാ. കണ്ടാ ഫോഴ്സ് തന്നെയാണ്. അവിടെ നിന്ന് ഒരു വെള്ളം വരണ. നിങ്ങള് ഏകദേശം സെൻട്രൽ ഭാഗത്ത് കണ്ട വീഡിയോയിലെ വെള്ളം അവിടെ നിന്ന് വരണേ. ആ മോളിൽ നിന്ന് വരണ വെള്ളട്ടാ. മോളിൽ നിന്ന് കുഴിയിലേക്ക് ഇറങ്ങി പോണ ആ പ്രഷറിൽ ടർബൈൻ കറക്കി കറണ്ട് ആക്കിയിട്ട് വെള്ളം പോണു നാച്ചുറലി ഇട്ടാ. ജസ്റ്റ് ആ ഫോഗ് മാറി നിൽക്കുമ്പോ നിങ്ങൾക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കാണാട്ടോ. ഇത് കണ്ട ഭയങ്കരമായിട്ടാ. അതെ 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 അതെ. വിൽഡർനെസ് എന്ന് പറഞ്ഞ വിൽഡർനെസ് തന്നെയാട്ടാ. വെള്ളച്ചാട്ടത്തിന്റെ പകുതി വരെ വരുന്നുണ്ട്. വീണിട്ട് പോകുന്നുണ്ട്. നല്ല ഫോഴ്സ് ഉണ്ടല്ലോ അവന്. അടിയിലേക്ക് അധികം ദൂരം ഇറങ്ങാനില്ല എന്നുള്ളത്. നമ്മുടെ അതിരപ്പള്ളിയിൽ അടിയിലേക്ക് ഇറങ്ങണ പോലെ തന്നെയാട്ടോ അല്ലേ. എന്തായാലും മായ കാഴ്ച. ട്രാവൽസിക്ക് സിയാറ്റിൽ കിട്ടിയ വേറൊരു ദൃശ്യാനുഭവം. ഈ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെയാണ് നമ്മൾ ആ ടണല് കുടിച്ചത്. ഇത് ഫോൾസ്. ഇതാണ് ടണല് കുടിച്ചേക്കുന്നത്. ഇതുവഴിയാണ് വെള്ളം വന്നിട്ട് ഈ ടർബൈൻ കറങ്ങുന്നത്. ടർബൈൻ കറങ്ങിയിട്ട് തിരിച്ച് വെള്ളം ഇറങ്ങുന്നത്. ഈ വെള്ളത്തിന്റെ പ്രഷർ മൊത്തം ഉള്ളിലേക്ക് ഇങ്ങനെ പോവാ. അതെ. പ്രകൃതിന് നമുക്ക് കറണ്ട് തരണല്ലേ. നമ്മള് നേരത്തെ കണ്ട ഹോള് ആ മൂലയ്ക്ക് കാണണ്ട. ആ ഹോളാണ് നമ്മള് ഇവിടെ കാണുന്നത് അല്ലേ. എന്തായാലും ഇപ്പൊ ഏകദേശം രൂപ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമ്മള് കാണുന്ന വെള്ളച്ചാട്ടം ഇവിടെ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെ ഒരു ഹോൾ കുത്തിയിട്ട് ഇവിടെയാണ് ആ ടർബൈനുകളൊക്കെ വെച്ചിരിക്കുന്നത്. ആ ടർബൈനിൽ നിന്ന് വെള്ളം കറക്കി വിട്ടിട്ട് നേരെ നമ്മൾ നേരത്തെ കൊണ്ട് പാത്തി കൂടെ പുറത്തേക്ക് വിടാം. അങ്ങനെ 1880 ഈ വെള്ളമൊക്കെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ഒരു കുഴി കുത്താനും പിടിക്കാനായിട്ടുള്ള അവർ കാണിച്ചതിന്റെ ഫലമാണല്ലേ. റിസ്ക് തന്നെ എടുത്തിരിക്കുന്നവര്. ഒരു കാലത്ത് ഈ ഏരിയയിലെ മൊത്തം ഇലക്ട്രിസിറ്റി ഇതിൽ നിന്നാണ് ഉത്പാദിപ്പിച്ചത്. അതെ 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 ഭയങ്കരമായിട്ടത്. അങ്ങനെ നമ്മള് വെള്ളച്ചാട്ടം കണ്ടിട്ട് ഒരു കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു. ചൂടാക്കാണ്ട് പറ്റുമോ? നനഞ്ഞ് കുടിച്ചൂലല്ലേ. പണ്ടത്തെ ട്രൈബിന്റെ ഒക്കെ ഒരു ചെറിയ കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ നേറ്റീവ് അമേരിക്കൻസിന്റെ. ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന. ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? അതെ, ട്രാവലിസ്റ്റ് ഫാമിലി ഒരു വലിയൊരു യാത്ര നടത്താം ആഫ്രിക്കയിലേക്ക്. സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ
എന്ന രാജ്യങ്ങളിലൂടെ. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭൂമിയിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിലെ 3 നാച്ചുറൽ വണ്ടറും ഈ യാത്രയിൽ ഉൾപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിൻ, ബോട്സ്വാനയിലെ ഒക്കവാങ്കോ ഡെൽറ്റ, സിംബാബ്വെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം. ലോകത്തിലെ ആകെ ഒരു സ്ഥലത്ത് ലയണിന്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ 10 പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അങ്ങനെ തിരിച്ച് ചായ കുടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി നമ്മുടെ സിയാറ്റിന്റെ അടുത്ത കാഴ്ചകൾ തേടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോഴേ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ഫുൾ പൈൻ മരങ്ങളാ. പൈൻ മരങ്ങൾ ഇങ്ങനെ നോക്കിച്ചിരിക്കാണ്. അപ്പൊ ചേട്ടൻ നമ്മുടെ ഒരു കാര്യം പറഞ്ഞു. അതായത് വാഷിംഗ്ടൺ സ്റ്റേറ്റ് അറിയപ്പെടുന്നത് എവർഗ്രീൻ സ്ട്രേറ്റ് എന്നാണ് അതിന്റെ വേറൊരു പേര്. എവർഗ്രീൻ സ്റ്റേറ്റ്, എവർഗ്രീൻ. ഇപ്പൊ നമ്മളിപ്പോ കൊളറാഡോ അതിനൊരു പേരുണ്ടല്ലോ, അതേപോലെ വാഷിംഗ്ടൺ എവർഗ്രീൻ സ്റ്റേറ്റ് എന്ന് പറയും. അത് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഷിംഗ്ടണിൽ കൂടുതലും ഇല കൊഴിയുന്ന മരങ്ങളുണ്ട്, പക്ഷെ കൂടുതലും ഇല കൊഴിയാത്ത വിന്ററില് ഈ ഇല കൊഴിയാത്ത പൈൻ മരങ്ങളും അത് പൈൻ എന്ന് നമ്മൾ പറയുന്നതിന് ഇത് പല കാറ്റഗറി ഉണ്ട്. സീഡർ ഉണ്ട്, സെക്കോയ ഉണ്ട്, ഡഗ്ലസ് ഫർ ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം പൈൻ വിഭാഗത്തിൽ പെടുന്നതാണ്. അത് ഇല കൊഴിയില്ല. അപ്പോ വർഷം തോറും ഫുൾ പച്ചയായിട്ട് കിടക്കുന്ന സ്ഥലമായോണ്ടാണ് നമ്മളുടെ കേരളമൊക്കെ പോലെ പച്ചപ്പുണ്ട്, ഒരു പച്ചപ്പ് ഫുൾ മഞ്ഞ് വീണാലും ഒരു പച്ചപ്പുണ്ട്. വലിയ സംഭവം തന്നെയാണല്ലോ. അതെ അതെ. ഫുള്ള് പാലങ്ങള് പോട്ടെ മോളില്. ഒരു വണ്ടി പോണൊക്കെ ക്ലാസ് ഒന്നും ഇല്ലട്ടോ അതിന്. പാലങ്ങൾ ഇങ്ങനെ മോളിൽ കൂടെ പോണു, നമ്മുടെ അടിയിൽ കൂടെ പോണൂട്ടാ. എന്തുട്ടല്ലേ ഫുള്ള് ഓരോ വഴികൾ ഇങ്ങനെ പോവാ. അതിനൊക്കെ ടണല്. ഈ ഇതിന്റെ മേലെ വലിയ വലിയ മരങ്ങളുണ്ടായി കേട്ടാ. ടണല് കയറി അല്ല എന്താല്ലേ, എന്ത് നീറ്റല്ലേ ടണല്. സ്ക്വയർ വെട്ടി വെച്ച പോലെ കേട്ടാ. എടുത്തു പറയാൻ സംഭവം. നമ്മൾ നോർവേയിൽ ഇത്രയ്ക്ക് നീറ്റായിട്ടുള്ള കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്ര നീറ്റായത് ഇവിടെ കാണണ്ട. നോർവേയിൽ പോയപ്പോ നല്ല നീറ്റായിട്ട് നോക്കി. എത്ര ലൈനാ നോക്കി? 1, 2, 3, 4 ലൈൻ. ഇപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ 8 ലൈനാ പോണട്ടാ. അറിയണ കൂടിയില്ല. ലേക്ക് വാഷിംഗ്ടൺ ബ്രിഡ്ജ് ആണ് ഇത്. ആക്ച്വലി ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജസ് ആണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പില്ലേഴ്സ് വെച്ച് താഴെ കണക്ട് ചെയ്തിട്ടില്ല. വെള്ളത്തിലാണ് നിൽക്കുന്നത് ഈ സാധനം. അതൊരു എഞ്ചിനീയറിംഗ് മാർവലാണത്. വെള്ളത്തിൽ കൂടെ പോണ പോലെ അല്ലേ? അതെങ്ങനെ? അപ്പൊ നമ്മളിങ്ങനെ വെള്ളം വരുമ്പോ ഇങ്ങനെ ഫ്ലോട്ട് ആവോ? ഇത് നമുക്ക് ഫീൽ ചെയ്യില്ല. അതിന്റെ ടെക്നോളജി അങ്ങനെയാണ്. നമുക്കത് ഫീൽ ചെയ്യില്ല. പക്ഷെ ഇത് പില്ലർ വെച്ച് കണക്ട് ചെയ്തിട്ടില്ല. അടിഭാഗത്തില്ല. അപ്പൊ ആഴം നമുക്ക് എത്രയാന്ന് അറിയില്ല. അതെ അതെ. ഭയങ്കര സംഭവം. ലേക്ക് വാഷിംഗ്ടണിന്റെ മുകളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ബോംബെയിലൊക്കെ പോണ പോലെ അല്ലെങ്കിൽ മലയിടുക്കിലൊക്കെ വീടുകൾ ഇങ്ങനെ നിക്കണോണ്ടാ. മലയിടുക്കില് വീടുകൾ നിക്കഞ്ഞാലേ വീടിന്റെ അടിയിൽ കൂടിയാണ് നമ്മൾ പോണത്. അത് കളിക്കിലോ. ലേക്ക് വാഷിംഗ്ടൺ നമ്മൾ കണ്ടുട്ടോ. അതിനേക്കാൾ ഉപരി വീടുകളുടെ അടിയിൽ കൂടെ റോഡ് പോണോട്ടോ. നോക്കിയാ വീടുകൾ ഇങ്ങനെ നിക്കണു, അതിന്റെ അടിയിൽ കൂടെ റോഡ്. ഭയങ്കര സംഭവമല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഈ തുരങ്കം പണിയുമ്പോ വീടുകൾക്കൊന്നും പ്രശ്നം വരില്ല അല്ലേ? അതിനുശേഷം ഉണ്ടായില്ലേ? ഓക്കെ ഓക്കെ. ഭയങ്കര സംഭവം കേട്ടോ. തുരങ്കങ്ങൾ ഇങ്ങനെ പോണു. സ്ക്വയർ പോലത്തെ തുരങ്കം കേട്ടോ. അമേരിക്കനെ പറ്റി ഇനിയും പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോ പുതിയ പാഠങ്ങളാണല്ലോ ഈശ്വരാ. ഓരോ സ്റ്റേറ്റിൽ വരുമ്പോ ഓരോ അത്ഭുതങ്ങളല്ല. ശരിക്കും അത്ഭുതം. 48 സ്റ്റേറ്റ് അല്ലെങ്കിൽ 50 സ്റ്റേറ്റിലും ഓരോന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാ. നമ്മളിപ്പോ വ്യൂവർഷിപ്പിന് വേണ്ടിട്ട് വലിയ രീതിയിൽ പൊക്കി പറഞ്ഞതല്ലേടാ. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യുമ്പോ തന്നെ അറിയാം. നമ്മുടെ ഓരോ വീഡിയോസ് കാണുമ്പോ തന്നെ അറിയാം ഓരോ സ്റ്റേറ്റിന് ഓരോ പ്രത്യേകതകളുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും അടിയിൽ കമന്റ് ചെയ്തോളൂ. വാൻകോർ ഇതിപ്പോ കാനഡയിലേക്ക് പോണ ഹൈവേ ഉണ്ടല്ലോ. ഈ കാണാൻ 100 മൈൽ പോയി കാനഡ എത്തിയില്ലേ? നമ്മള് തെറ്റത്താണല്ലോ നിക്കണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. 100 മൈൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ കാനഡയിലേക്കാണ് പ്രവേശിക്കാൻ പോണത്. ഓക്കെ ഓക്കെ. ഡൗൺ ടൗൺ എത്താറായി. ഇവിടെ ഇങ്ങനെ മറ്റേ ഡ്രഗ്സ് മാഫിയകളുടെ ഒക്കെ കളിയിലുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ മറ്റേ സാൻ ഫ്രാൻസിസ്കോലൊക്കെ ശരിക്കും മോഷണം സംഭവങ്ങളൊക്കെ ഈ ഡൗൺ ടൗണിലൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഈ മാർവാന യൂസും അതൊക്കെ വളരെ കൂടുതലാണ്. കഞ്ചാവ് ലീഗലൈസ്ഡ് ആണല്ലോ. അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഡൗൺ ടൗണിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഇത് ഇവിടുത്തെ 2 സ്റ്റേഡിയം ഉണ്ട്. ഈ മൊബൈൽ പാർക്ക് 2 സ്റ്റേഡിയം ഒരുമിച്ച് നിൽക്കണല്ലോ. 1, 2. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ത്രികോണം പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടോ?
അത് ഈ ന്യൂയോർക്കിന് പുറത്ത് ലോകത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു 1913. 1913 ഏറ്റവും വലുതായിരുന്നു. അതെ, ചെറുതല്ലേ? ഇത്രയ്ക്ക് വലുപ്പായിരുന്നു അന്നത്തെ ഏറ്റവും വലുതല്ലേ? അത് കഴിഞ്ഞിട്ടൊക്കെ ഡൗൺ ടൗണിലേക്ക് കിടക്കുമ്പോ വലിയ റേഞ്ചിലേക്ക് കിടക്കണട്ടാ. സിയാറ്റിലേക്ക് നമ്മൾ കിടക്കണെന്ന് പറയുമ്പോൾ ടീം ട്രാവലിസ്റ്റാ. അന്ന് ആ ബിൽഡിംഗാണ് രണ്ടാമത്തെ ലോകത്തിലെ ഏറ്റവും ചെറുതായിരുന്നു അല്ലെ? വലുതായിരുന്നു. സോറി ന്യൂയോർക്കിലായിരുന്നു പിന്നെ വലിയ ബിൽഡിംഗ്. ന്യൂയോർക്കിന് പുറത്ത് ഇതായിരുന്നു ഏറ്റവും വലിയ ബിൽഡിംഗ്. കണ്ടു കഴിഞ്ഞാൽ അത് കാണാൻ പോലും ഈ ബിൽഡിംഗ് ഏറ്റവും വലുത് ന്യൂയോർക്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ മുകളിൽ പെന്റ് ഹൗസ് ഉണ്ട്, ത്രികോണാകൃതിയിലുള്ളത് പെന്റ് ഹൗസ് ഉണ്ട്. അവിടെ നമ്മള് ഹോട്ടലിലെടുത്ത് താമസിക്കാം. അത് ഒരു രാത്രി $10,000 അങ്ങനെ കണ്ട ചാർജ് ചെയ്യുന്നവര്. ശരി, $10,000 10 ലക്ഷം റുപ്യല്ലേ? 9 ലക്ഷം റുപ്യായി. അപ്പൊ നമ്മള് സിയാറ്റിൽ ഡൗൺ ടൗണിലേക്ക് കിടക്കട്ടാ കപ്പിത്താനും കൊണ്ട്. അപ്പൊ അങ്ങനെ ഷിപ്പൊക്കെ വന്ന് കിടക്കണ്ടോ? അതൊക്കെ എടുത്തോണ്ടിരിക്കല്ലേ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സിയാറ്റിൽ പോർട്ടാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫെറി എടുത്ത് അപ്പുറത്തെ ഐലൻഡിൽ ഇറങ്ങാം. ബെയിൻബ്രിഡ്ജ് ഐലൻഡ് അങ്ങനെയൊക്കെ ഉണ്ട്, ഫെറി ഉണ്ട്. നമ്മൾ ട്രെയിൻ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, നോക്കിയിട്ട് ചെയ്യണത് ട്രെയിൻ യാത്ര. ഈ വലതുവശത്ത് കാണുന്ന ബിൽഡിംഗ് ഒരു പ്രത്യേക ആർക്കിടെക്ചർ അല്ലേ? ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിയാ. പബ്ലിക് ലൈബ്രറിയാണ്. അതെ, ഓ സിയാറ്റിൽ പബ്ലിക് ലൈബ്രറി. പബ്ലിക് ലൈബ്രറി മില്യൺസ് ഇറക്കിണ്ടല്ലോ. അതിനെന്തായാലും പബ്ലിക് ലൈബ്രറിക്കൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ വായനശാല ഇവിടുത്തെ വായനശാല നമ്മൾ വ്യത്യാസം കണ്ട ചിന്തിക്കാൻ പറ്റും. നമുക്ക് മില്യൺസ് വായിക്കണട്ടാ. ഏത് വായിക്കാൻ വേണ്ടിട്ട് ഒരു മിനിമം ഒരു 25 നിലയുണ്ടാ അല്ലേ? വായിക്കാൻ വേണ്ടി മാത്രം ബുക്കുകളുണ്ട്, പിന്നെ വീഡിയോ ലൈബ്രറീസ് ഉണ്ട്, പത്രങ്ങൾ, ലോകത്തുനിന്ന് എല്ലായിടത്തുനിന്നുള്ള എല്ലാ ഭാഷയിലുള്ള സംഭവങ്ങളും. മലയാളമൊക്കെ ഉണ്ടാവില്ല ചിലപ്പോ, പറയാൻ പറ്റില്ല. മലയാളം എനിക്ക് ഞാൻ ഹിന്ദി കണ്ടിട്ടുണ്ട്, തമിഴ് കണ്ടിട്ടുണ്ട്. അതെ, മലയാളം ഉണ്ടാവും. മലയാളം ഉണ്ടാവാം. പണിട്ടാ. സിയാറ്റിൽ ഭയങ്കര വലിയ സിറ്റി തന്നെയാണല്ലേ? ഞാൻ ഈ മാപ്പ് കണ്ടപ്പോ അത്ര വലിയ സംഭവം പ്രതീക്ഷിച്ചില്ലട്ടോ. സിയാറ്റിൽ പണിന്റെ ഇവിടെ നോക്കിയ ഡൗൺ ടൗണിലേക്ക് കിടക്കുമ്പോ കളി മാറണണ്ട. ഡൗൺ ടൗണിൽ ഇതേപോലെ ആർട്ട് വർക്കുകളുണ്ട്. ഓരോ ബിൽഡിംഗ്സില് ഇവിടെയൊക്കെ ഫേമസ് ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്കാണത് നേറ്റീവ് അമേരിക്കൻസ് ഒക്കെ ഉള്ള കാരണം ഇവിടെ കൂടുതൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെന്നല്ലേ? ഒരുപാട് ആർട്ട് വർക്കുകൾ കാണാം. ഇവിടെ നമുക്ക് ഇന്ന് ഇവിടെ പൈക്ക് പ്ലേസ് കണ്ടിട്ട് നമ്മൾ ഫ്രീമോണിൽ പോവാം. അതായത് അമേരിക്കയിലെ ലെനിന്റെ സ്റ്റാച്യു ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലെനിന്റെ സ്റ്റാച്യു അമേരിക്കയില് ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തും ഉണ്ടാവില്ല. അമേരിക്കയിലുണ്ട്, സിയാറ്റിലുണ്ട്. അമേരിക്കയില് വേറെ ഒരിടത്തും ഉണ്ടാവില്ല. ഞാൻ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോ പൈക്ക് പ്ലേസ് മാർക്കറ്റ് കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഇന്നിപ്പോ വീക്കെൻഡ് ആയാലും സ്വല്പം ആഘോഷമുള്ള സമയത്ത് നമ്മൾ വന്ന് പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. അല്ല, അത് വളരെ അത്ഭുതമുള്ള കാര്യമാണ്. കാരണം ഇവിടെ വരുന്നവരൊക്കെ അന്തം വിട്ട് നോക്കാറുണ്ട്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് അമേരിക്ക അത് ഒരിക്കലും തീണ്ടുകൂടാനാകാത്ത ഒരു സംഭവമാണ്. കമ്മ്യൂണിസ്റ്റിന് നമ്മളിപ്പോ ഒരു ചുമന്ന കൊടിയോ മറ്റേ അരിവാൾ ചുറ്റിക്കോ അതൊന്നും ഒരിടത്തും കാണാൻ പറ്റില്ല. ലെനിന്റെ സ്റ്റാച്യു അത് ഉപേക്ഷിക്കപ്പെട്ട അമേരിക്ക, നമ്മള് റഷ്യ വീണല്ലോ, USSR വീണ സമയത്ത് ലെനിന്റെ സ്റ്റാച്യു ഇത് മറിച്ചിട്ടിട്ട് അതിനെ ഉപേക്ഷിച്ച സ്റ്റാച്യു ഒരു റഷ്യക്കാരൻ ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്നതാ. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു റഷ്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ അവര് സ്ഥാപിച്ചു. അത് അനുവാദം കൊടുത്തു എന്നുള്ളതാണ് അതിനൊരു വലിയൊരു സംഭവം. നമ്മൾ അമേരിക്കയിൽ വരുമ്പോ എല്ലാ സംഭവത്തിനും ഒരു വെൽക്കം ചെയ്യും. ഏത് ഇപ്പൊ ആഫ്രിക്കൻ ട്രഡീഷൻ ആയാലും സൗത്ത് അമേരിക്കൻ ട്രഡീഷൻ ആയാലും ഇപ്പൊ ഇന്ത്യൻ ട്രഡീഷൻ, ഇപ്പൊ ഇന്ത്യക്കാരൊക്കെ എത്ര പേരെ വെൽക്കം ചെയ്യണത് അമേരിക്ക. അമേരിക്ക അങ്ങനെ ഒരു ഗുണമുണ്ട് അമേരിക്കക്ക് അല്ലെ? അമേരിക്ക നമ്മള് വേൾഡ്സ് മെൽറ്റിംഗ് പോട്ട്, അതായത് എല്ലാ സംസ്കാരങ്ങളും അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലവും അതിനെ അംഗീകരിക്കുകയും ചെയ്യും. നമ്മള് റേസിസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യൂറോപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു രാജ്യത്തും ഇങ്ങനെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ രാജ്യത്ത് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷെ അമേരിക്കയിൽ വരുമ്പോൾ നമുക്കത് അതെന്ന് അമേരിക്ക അങ്ങനെ ഉണ്ടായിട്ടുള്ള രാജ്യം ആയതുകൊണ്ടായിരിക്കാം നമ്മളെല്ലാ പ്രദേശത്തും യൂറോപ്പിൽ നിന്നും യു കെ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു വീണതാണത്. എന്തോ വീണതാട്ടോ. അമേരിക്ക അങ്ങനെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ കയറ്റണം. അതെ അതെ അതെ, കൺസ്ട്രക്ഷൻ കണ്ടോ? തടിയാ, ഫുൾ തടിമേ കളിക്കണേ. ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ അവര് ഇപ്പൊ യു കെ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ എല്ലാരും കൂടി വന്നിട്ട് ഉണ്ടായതാണല്ലോ അമേരിക്ക. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് എന്നും പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് ഒരു ചെറിയൊരു സ്നേഹം കൂടുതൽ തന്നെയാണ് അല്ലെ? എടുത്ത് പറയാത്ത സംഭവമാണ്. അതെ, കാരണം അമേരിക്ക എല്ലാരും വന്നു ചേർന്ന ഒരു സ്ഥലമാണ്. നമ്മള് ഒരു 200 വർഷത്തെ പാരമ്പര്യമുള്ളൂ. അതെ, പാരമ്പര്യമുള്ളൂ. അപ്പൊ എല്ലാരും വന്നു ചേർന്ന
ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ അനുഭവമാണ്. ഇമിഗ്രേഷൻ എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും ഉള്ളത്. ഇത് സിയാറ്റിലിന്റെ സിമ്പിളായ സ്പേസ് നീഡിലാണ്. സിയാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലാണ്ട് സിയാറ്റിൽ ഇല്ല. സ്പേസ് നീഡിലിന്റെ മീനിങ് ഉദ്ദേശിക്കുന്നത് ഇതായത് 1962 ഇവിടെ ഒരു വേൾഡ് ഫെയർ നടന്നു. അപ്പൊ വേൾഡ് ഫെയർ നടന്നപ്പോഴത്തേക്ക് ലോകത്തുനിന്നുള്ള എല്ലാവിധ ആർക്കിടെക്ട്സും ഇവരൊക്കെ വന്നിട്ട് ഓരോന്നും നിർമ്മിക്കും. അപ്പൊ അന്ന് ഇവര് പറഞ്ഞിരുന്നത് നമ്മള് 21ാം നൂറ്റാണ്ടുകളിൽ ഇനി അങ്ങോട്ട് പോകുമ്പോ സ്ഥലം ഇല്ലാതെ വരുമ്പോ ഇതേപോലുള്ള ഹൈ റൈസ് ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ് വരാൻ പോണെന്നുള്ള ഒരു കോൺസെപ്റ്റില് അവരുണ്ടാക്കിയതാണ്. നമ്മുടെ ഈഫിൾ ടവർ ഒക്കെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെ അതേപോലെ. അപ്പൊ അങ്ങനെ അന്നുണ്ടാക്കി. പക്ഷെ ഈ ഫെയർ കഴിയുമ്പോ പല ബിൽഡിങ്സും പൊളിച്ചു. പക്ഷെ ഈ സ്പേസ് നീഡില് പൊളിച്ചില്ല. ഇപ്പൊ നമ്മള് ലെഫ്റ്റില് കണ്ട ബിൽഡിംഗ് EMP എന്ന് പറയും, എക്സ്പീരിയൻസ് മ്യൂസിക് പ്രോജക്ട്. ഒരുപാട് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് നമ്മള് സ്കൈയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊട്ടിച്ച ഗിത്താർ കണക്ക് മോളിൽ നിന്നാണ് കാഴ്ച. പക്ഷെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതിന്റെ ആർക്കിടെക്ചർ. ഇതിനെ ഫണ്ട് ചെയ്തിരിക്കുന്നത് പോൾ ആലനും നമ്മളെ ബിൽ ഗേറ്റ്സും കൂടെ ചേർന്നാണ് മൈക്രോസോഫ്റ്റ് തുടങ്ങിയത്. അവർ രണ്ടുപേരുമാണ്. ബിൽ ഗേറ്റ്സിന്റെ വീട് ഇവിടെ സിയാറ്റിലാന്ന് പറയുന്നത് മെഴ്സർ ഐലൻഡ്. നമുക്കൊന്ന് പോയി കണ്ടല്ലോ ബിൽ ഗേറ്റ്സിന്റെ വീട്. ഇതാണ് ബിൽ ആൻഡ് മെലിൻഡയുടെ ഫൗണ്ടേഷന്റെ ഓഫീസാണത്. അവര് ഈ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്ന ഓർഗനൈസേഷൻ, അവരുടെ ബിൽഡിംഗ് ആണത്. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ്. എന്നാ പിന്നെ ജെഫ് ബിസോസ്, ബിൽ ഗേറ്റ്സ് ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് പോണ്ടേ? ബിൽ ഗേറ്റ്സിനെ നമ്മൾ കാണാണ്ട് പോകാണ്ട് പറ്റും ഇവിടുന്ന്. ജെഫ് ബീസോസ് ആമസോൺ തുടങ്ങിയത് ബെല്ലവ്യൂല ഒരു വീട്ടിലെ ഗരാജിൽ നിന്നാണ്. നമുക്ക് എന്താ കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ പോലെ ഗിറ്റാർ പൊളിഞ്ഞു കിടക്കുന്ന പരിപാടി തന്നെയാട്ടോ. മുകളിൽ നോക്കുമ്പോലെ ആകാശ ദൃശ്യങ്ങൾ അവർക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റില്ലോ ഇല്ലേ? അതെ സ്പേസ് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റൂടാ. എനിക്കാണ് അതൊരു ഭയങ്കര കാഴ്ചയായിരിക്കും എന്തായാലും. അപ്പൊ നമ്മളൊരു നല്ലൊരു കാലാവസ്ഥ നോക്കി നിൽക്കുമ്പോ വീണ്ടും നമുക്കൊരു മഴ കിട്ടി തുടങ്ങിയില്ലേ? സിയാറ്റിൽ ഈ സമയത്ത് വിന്ററിലും മഴ മസ്റ്റാട്ടാ. അങ്ങനെ നമ്മള് പാർക്ക് ചെയ്ത് നമ്മൾ സിയാറ്റിലത്തെ ഹെവി കാഴ്ചകളിലേക്ക് കിടക്കണ്. ചേട്ടൻ പറയണത് ലോകത്ത് ഒരിക്കലില്ലാത്ത കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാണെന്ന് പറയണ. തമാശ പറഞ്ഞല്ലേട്ടാ, കാര്യത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മളത് കാണാനായിട്ട് നമ്മുടെ കപ്പിത്താനൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പോവാണ്. മഴ ദിവസമാണെങ്കിലും മഴ നമുക്ക് വേണ്ടി മാറിക്കണേട്ടോ. അപ്പൊ അതൊക്കെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇവിടുത്തെ ഒരു ക്യാമ്പർ വാങ്ങി നോക്കിയാൽ ഒരു മിനിമം ഒരു 1965 വണ്ടി ആയിരിക്കും കേട്ടോ. അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കെടുപ്പും കൂടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. അല്ലേ പഴയ വണ്ടിയുടെ കാലിഫോർണിയത്തെ വണ്ടിയാണ് ടൊയോട്ടയുടെ വണ്ടി. കാരണം എത്ര കൊല്ലം ഓടിയോളൂ അവൻ. 3 ലക്ഷം 4 ലക്ഷം ഓടിയ വണ്ടി. അതെ. നമ്മുടെ റൈറ്റ് സൈഡിൽ ശരിക്കും ഇവിടുത്തെ ഒരു സിറ്റി കാഴ്ചകള് നമുക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ലണ്ടൻ ഐ പോലെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ശരിക്കും വിഷ്വൽ കേട്ടോ. നോക്കിയാ ഒരു ഏരിയ മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാം. അക്വേറിയം ഉണ്ട് അവിടെ. വളരെ അതാ ഫെറി, ആ പോകുന്നത് ഫെറിയാണ്. ഈ അലാസ്കയിലേക്ക് ഇവിടെ നിന്ന് ഫെറിയിൽ എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഉണ്ട്. അത് എത്ര സമയം എടുക്കും? 5 ദിവസം. 5 ദിവസം അലാസ്കയിലേക്ക് ഫെറി പോണു. ചെറിയ എത്ര റേറ്റ് ഒന്നും ഇല്ലെന്നുള്ളു. അത് മറ്റു ക്രൂസിനെ കാട്ടിയൊക്കെ റേറ്റ് കുറവാണ്. നമുക്കൊരു ദിവസം സിയാറ്റിൽ നിന്ന് അലാസ്കയിലേക്ക് ഒരു ഫെറിയിൽ ഒരു ലോക്കൽ ട്രിപ്പ് നമുക്ക് നടത്തണം. അപ്പൊ ഇപ്പൊ ഇല്ല, നമ്മള് എന്തായാലും നമ്മുടെ അടുത്ത ദിവസങ്ങൾ അടുത്ത വരവിലൊക്കെ നമ്മൾ അങ്ങനത്തെ എക്സ്പെഡീഷൻസ് ചെയ്യാൻ പോകണട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവല്ലേ? നമ്മുടെ മാർക്കറ്റ് എവിടെയാ? ബാക്കിലാണ്. ഇത് പുതിയ ഈ മാർക്കറ്റ് അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരെയാണ്. വാട്ടർ ഫ്രണ്ട് ഇത് പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പണികൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ അല്ലെ. അപ്പൊ നമ്മളിപ്പോ കാണാൻ പോണതേ അമേരിക്കയിൽ നമ്മൾ വാഷിംഗ്ടണും അല്ലെങ്കിൽ ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മൾ ഇവിടെയും കണ്ടു. പക്ഷെ നമ്മൾ ഇവിടുത്തെ നാറ്റീവ് അമേരിക്കക്കാരുടെ ഒരു മാർക്കറ്റ്, അതും ഒരുപാട് പ്രത്യേകതയുള്ള മാർക്കറ്റിലേക്ക് നമ്മൾ ഇനി കിടക്കാൻ പോണത്. എന്തായാലും അവിടെ കുറെ നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല ബ്രാൻഡുകളുടെയും ഉത്ഭവം ഉള്ള മാർക്കറ്റ് കൂടിയാണ്. എനിക്ക് തോന്നുന്നത് ലോകത്തില് 100 വർഷം ഹിസ്റ്ററിയുള്ള മാർക്കറ്റുകൾ വളരെ കുറവായിരിക്കും. വളരെ കുറവാണ്. പ്രത്യേകിച്ച് അമേരിക്കയില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ 100 വർഷമായിട്ട് സ്റ്റിൽ റണ്ണിങ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് പോവാനാട്ടോ. നമ്മൾ ഇതിനും ഡൗൺ ടൗണിൽ കൂടെ പതുക്കെ നടന്ന് കടന്നു പോവാണ് കേട്ടോ. അടിപൊളി. അപ്പൊ നമ്മൾ നേരെ മാനേജ് വരണം കേട്ടോ, അപ്പർ മാർക്കറ്റ് കാണാനായിട്ട്. സിയാറ്റിലത്തെ വേറൊരു വണ്ടറാണ് നമ്മുടെ നമ്മള്. ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന. ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? അതെ, ട്രാവലിസ്റ്റ് ഫാമിലി ഒരു വലിയൊരു യാത്ര നടത്താം ആഫ്രിക്കയിലേക്ക്. സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ
എന്ന രാജ്യങ്ങളിലൂടെ. ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭൂമിയിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിലെ 3 നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിൻ, ബോട്സ്വാനയിലെ ഒക്കവാങ്കോ ഡെൽറ്റ, സിംബാബ്വെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം. ലോകത്തിലെ ആകെ ഒരു സ്ഥലത്ത് ലയണിന്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ 10 പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.